ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്യാനുണ്ട്. പാലൊക്കെ കറന്നു കഴിഞ്ഞ് സൊസൈറ്റിക്ക് പോകുന്ന കൂട്ടതാ പാലൊക്കെ കറന്നു കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളം വന്നപ്പോൾ അപ്പോൾ ആ തൊഴുത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കുഞ്ഞുനെ അയച്ചിട്ട് പുറത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് തിന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കൊതുക് തിന്നിട്ടുണ്ട്. അങ്ങനത്തെ കളയാം. നമ്മുടെ അമ്മൂന് നന്നായിട്ട് ഓസൊക്കെ അടിച്ച് നല്ല ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇത്തിരി നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കഴുകി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ മാറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ പുറത്ത് കെട്ടിയിടാവുന്ന അമ്മൂന് ഫുള്ളും ചളിയാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ നല്ല ചളി പോലെയാണ്. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഫുള്ളുണ്ടോ മാറ്റെടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട് പശുക്കളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ അധികം കുഞ്ഞു പശുവിനും കെട്ടിയിടാറില്ല. അപ്പോൾ കുറച്ചായിട്ടാണ് ഇവിടെ അധികം കെട്ടിയിടാത്തത്. ഇപ്പോൾ നമ്മൾ കെട്ടിയിടുന്നത് ആ മാവ് മരത്തിൻ്റെ താഴെ, മാവ് മരത്തിൻ്റെ താഴെ. ഇവിടെ വൈക്കോൽ ഇങ്ങനെ കട്ടിക്ക് കിടക്കണത് കൊണ്ടാട്ടോ ചളിയൊന്നും ഇല്ലാത്തത്. മേറ്റെടുത്ത് നിവർത്തി വെച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഈ അമ്മൂന് ഭയങ്കര പേടിയാണ്. മാറ്റെടുക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അപ്പുറത്ത് കൂടെ വെള്ളം ഒഴുകി പോകണ്ട. അപ്പോൾ പശുവിനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. രാവിലത്തെ പാലിറക്കലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴുകുന്ന ഒരു കുഞ്ഞ വീഡിയോയാണ് കേട്ടോ. പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലിട്ട് കൊടുക്കുകയാണ്. കുത്തി വെച്ചതല്ലേ, അപ്പോൾ നല്ല ചൂട് സമയമല്ലേ. അപ്പോൾ നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ നമ്മളിതുപോലെ നല്ല പച്ചപ്പുല്ല് അരിഞ്ഞതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ആക്രാന്തത്തോടെ കഴിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുവിനും കൊടുക്കാം. മഴ പെയ്തിട്ട് ഫുൾ ചളിയായിരിക്കും. കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പുല്ല്. പാവം ഈ വേലിയിലുള്ള ഇലകളൊക്കെയാണ് അവൾ പറിച്ച് തിന്നണത് അല്ലേ കുഞ്ഞാ. ഇപ്പോൾ ചന്തക്കാരി കുഞ്ഞുമാണ് നമ്മുടെ. അവൾക്ക് സന്തോഷം, അവൾക്ക് പുല്ല് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. മിക്കൂസിന് കുറച്ച് പുല്ല് തരട്ടെ? എന്തിനാണ്? കഴിക്കാൻ. ഇതാ നമ്മുടെ അമ്മ പുല്ല് കഴിക്കണണ്ട. അമ്മു പുല്ല് തിന്നണ തിരക്കിലാണ് ഞങ്ങൾ. പുല്ല് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇപ്പോൾ. ഇന്നലെ അച്ഛൻ കൊണ്ട് വൈകിട്ട് മേയ്ക്കാൻ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് പാലില്ലേ ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടായപ്പോൾ പാൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ട് മേയ്ച്ചതിന് ശേഷം നമുക്ക് പഴയ പോലെ തന്നെ കിട്ടിയില്ലേ. പിന്നെ മിൽമൻ്റെ പെല്ലറ്റ് അല്ലാണ്ട് നമ്മൾ വേറെ പെല്ലറ്റ് കൊടുക്കുമ്പോൾ പാല് കുറയുക. മിൽമൻ്റെ പെല്ലറ്റ് തന്നെ നമുക്ക് പുല്ലില്ലെങ്കിലും കൊടുക്കുമ്പോൾ നല്ല പാല് കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ പെല്ലറ്റുകൾ കൊടുക്കുമ്പോൾ പുല്ല് നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഒന്നാമത് നല്ല ചൂടൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ പുല്ലിപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതൽ നമ്മൾ ഈ കാട്ടിലൊക്കെ വളരുന്ന പോത്തുകളും പശുക്കളൊക്കെ അവർക്ക് എന്ത് പെല്ലറ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ ആ പുല്ല് വന്നിട്ട് നമ്മൾ കാട്ടില് സൈസായി. പിന്നെ നമുക്ക് പുല്ല് കൂടുതൽ പിന്നെ നമ്മൾ ഈ പുല്ല് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വൈക്കോല് അധികം അനങ്ങില്ല. അപ്പോൾ വൈക്കോല് നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പെല്ലറ്റും കുറച്ചു. പിന്നെ അതുപോലെ പെല്ലറ്റും നമുക്ക് കൂടുതൽ അളവ് കൊടുക്കുന്നത് കുറച്ച് കൊടുക്കുക. പുല്ല് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുല്ല് പറഞ്ഞാൽ നമുക്ക് അവിടെ വേണമെങ്കിലും പോയി അരിഞ്ഞിട്ട് വരാം. അരിയാനുള്ള ആൾ മാത്രം വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വേണ്ട പറഞ്ഞാലും അച്ഛൻ പോയി അരിഞ്ഞിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ പോയില്ലെങ്കിലും അച്ഛൻ കറക്റ്റായിട്ട് പുല്ലുകൊണ്ട് വന്നാൽ പാല് നന്നായി കിട്ടും. നമുക്ക് വൈക്കോല് സേവ് ചെയ്യാം, അതിന് പെല്ലറ്റ് സേവ് ചെയ്യാം. നമുക്ക് ആകെ മൊത്തം ലാഭമാണ്. ക്യാഷ് സേവ് ചെയ്യുക, പുല്ല് സേവ് ചെയ്യുക, മറ്റേ വൈക്കോല് സേവ് ചെയ്യുക, പെല്ലറ്റ് സേവ് ചെയ്യുക. അങ്ങനെ മൊത്തം സേവിങ്സ് ആണ്. പുല്ല് വന്നു കഴിഞ്ഞാട്ടാ പുല്ല് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് പപ്പു പറയണത്. നമുക്ക് സേവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പാല് കൂടുതൽ കിട്ടും. പുല്ല് ഏറ്റവും ബെസ്റ്റ്.
പാലിൻ്റെ കൊഴുപ്പ് കൂടാനും നമ്മൾ പറഞ്ഞില്ലേ പശു വളർത്തുന്നത് നഷ്ടമാണോ എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ എന്താണ് സുലഭമായിട്ട് പുല്ലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നഷ്ടവുമില്ല. എന്തിനും പറയണല്ലോ ഇപ്പോൾ വരമ്പിൽ കൊണ്ട് മേയിച്ച് 1 മണിക്കൂർ മേയിച്ചാൽ മതി. സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ എന്താ പറയാ അവള് ഈ കുട്ടി വെച്ചത് കൊണ്ട് ഒരുപാട് നടക്കാൻ ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാത്തത്. അല്ലാത്ത പക്ഷമൊക്കെ നമുക്ക് മേയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈക്കോലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, സ്റ്റോർ ആയിട്ട് ഇരിക്കും. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ വെള്ളം കൊണ്ട് മേയ്ക്കാൻ പോകണം, വൈകിട്ടും പോകണമെങ്കിൽ അത്രയും 2 മണിക്കൂറിൽ വൈക്കോൽ നമുക്ക് സേവ് ആണ്. രാവിലെ തൊട്ടിൽ പോവും. പിന്നെ ആ തീറ്റ മാത്രമല്ലേ, അതൊരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ പുല്ല് കിട്ടിയപ്പോൾ നോക്കുക എത്ര സന്തോഷത്തോടുകൂടെ കഴിക്കുന്നുണ്ട്. വള്ളിപ്പുല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടെ, അതൊക്കെ അതാ കഴിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞുവിനെ കാണിച്ചു തരാം. കുഞ്ഞുവിനാണ് എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായി തോന്നുന്നത്. അവൾക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പച്ചപ്പ് പറഞ്ഞാൽ അവൾ മേയാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവൾ സൂപ്പറായി നിന്ന് മേയുന്ന ആളാണ്. ഇതുണ്ട് തൊഴുത്തൊക്കെ ഇപ്പോൾ നമ്മൾ രാവിലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് 2 ആളെ അഴിച്ച് പുറത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. നമ്മളിത് ആ പശുവിന് പുല്ല് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞായിരിക്കും. ബൈ.